ബോയ്സ്, ഞാൻ ഇന്ന് ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. ക്യാൻവസ് റെസ്റ്റോറൻറ്റ് പിസറിയൽ. ഇത് ഫോർട്ട് കൊച്ചിയിലാണ്. ഞാൻ തന്നെ കാണിക്കുന്നത്, ഞാൻ പ്രൊമോഷൻ അല്ല. അപ്പോൾ ആദ്യത്തെ കാര്യം, ഇത് ഇറ്റാലിയൻ ഡിഷ് മാത്രമായിരിക്കും. അപ്പോൾ ഇറ്റാലിയൻ ഡിഷ് എന്തൊക്കെ പെടും അതെല്ലാം നിങ്ങൾക്ക് കഴിക്കേണ്ടി വരും. ഫുൾ മെനു കഴിച്ചാൽ എപ്പോഴത്തെയും പോലെ 10K. ആരും ഇതുവരെ മേടിച്ചിട്ടില്ല. ഇപ്രാവശ്യം പിന്നെ ഒരാൾ വന്നിരിക്കുന്നു മേടിക്കുന്നു പറഞ്ഞ് നോക്കാം. എന്തായാലും ഹാഫ് കഴിച്ചാൽ 5K. ഇത്ര 2 റൂൾസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കഴിച്ചു തീർക്കണം. സമയപരിധി ചെറുതായിട്ടുണ്ട്, എന്നാലും പെട്ടെന്ന് കഴിച്ചു തീർക്കും. അത്ര മതി. സമയമൊക്കെ നമുക്ക് നോക്കാം. ആളവിടെ നിൽക്കുന്നു. ആൾ ഓടി വരൂ. പേര് ബേസിൽ. ഫുൾ മെനു കഴിക്കുന്നതാണ് പറയുന്നത്. വിളിച്ചിരിക്കും. ഇറ്റാലിയൻ സാറിന് കഴിക്കാറുണ്ടോ? ഇറ്റാലിയൻ ആദ്യമായിട്ടാണോ? അയ്യോ, ഇനി കഴിക്കത്തില്ല. എന്തായാലും ഫുൾ മെനു അതിനുവേണ്ടി തന്നെ വന്നിരിക്കുന്നത്. അതിനുവേണ്ടി മാത്രം നമുക്ക് നോക്കാം. ഇവിടെ ഒടുക്കത്തെ ആൾക്കാർ കേട്ടാ. എന്തായാലും ഞാൻ അകത്തിരിക്കുക, ഇവിടെ ഇരിക്കണമെന്ന് താല്പര്യപ്പെട്ട് നോക്കിയതാ. പക്ഷെ അവിടെ കൊടുക്കത്തെ ഫോറിനേഴ്സാ. ഇറ്റാലിയനിലൊക്കെ ഇത്ര ഡിമാൻഡ് ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്തായാലും നമുക്ക് ഉള്ളിലോട്ടിരിക്കാം. ഇവിടെ എല്ലാം എന്താണ് തീ ചുട്ട് വരുന്ന പീസയാണെന്നൊക്കെ പറയുന്നത്. കൊച്ചിയിൽ ഇത് മാത്രമേ ഉള്ളൂ, എന്തോ അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നാലും അകത്ത് പോകാം. നിങ്ങൾ റെഡിയല്ലേ? അവിടെയൊക്കെ തിരക്കാം. വീട്ടിൽ നിന്ന് നമുക്ക് തിരക്കാക്കാം. കനലി ചുട്ട് പീസ കഴിക്കാം നമുക്ക്. ഈ ഇറ്റാലിയൻ ഡിഷ് എന്തൊക്കെയാണെന്ന് അറിയാമോ? ഐഡിയ ഇല്ല. ഇന്ന് ഫുൾ ഐഡിയ കിട്ടും നമുക്ക്. എന്തോ കഴിച്ചിട്ട് വന്നു രാവിലെ വലിയ പ്രോട്ടീനൊന്നും കഴിക്കാൻ പോയില്ല. ഒരു ഏത്തപ്പഴം പുഴുങ്ങി കഴിച്ചു. കാർബ് ഇപ്പോഴേക്കും ഡൈജസ്റ്റ് ആയണം. ഇവിടുത്തെ മെനുവിനകത്ത് കുറേയേറെ ഐറ്റംസ് ഉണ്ട്. പകുതിയിലേറെ എനിക്ക് അറിയത്തില്ല. പക്ഷെ പിസയും പാസ്തയും മാത്രം അറിയാം. അപ്പം 20 ഐറ്റം കഴിച്ചു കഴിഞ്ഞാൽ 10,000 രൂപ കിട്ടും. ഹാഫ് എന്ന് പറയുമ്പോൾ ഒരു 10 ഐറ്റം. ബ്രോ വന്നിരിക്കുകയാണ്, നമുക്ക് ഓർഡർ ചെയ്ത് തകർക്കാം. ഇതെല്ലാം പാസ്തയുടെ സോസിന്റെ പേരുകളാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സോസ് ഇഷ്ടമുള്ള പറഞ്ഞാൽ അതേ ഉണ്ടാക്കി തരും. ഇങ്ങനെ ഹോം മെയ്ഡ് പാസ്ത ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. വളരെ ഹൈ ഡിമാൻഡ് കാരണം 2 ചെറിയ ഡിഷിലൊക്കെ തുടങ്ങാം. ഫ്രഞ്ച് ഫ്രൈസ്, പൊട്ടറ്റോ വെജസ്. അത് കഴിഞ്ഞ് നമുക്ക് മുമ്പിലോട്ട് പോകാം. ബ്രോ ഒരു ഫ്രഞ്ച് ഫ്രൈ, ഒരു പൊട്ടറ്റോ വെജ്. ഞാൻ എന്തുകൊണ്ട് ഓർഡർ ചെയ്യാൻ എനിക്ക് വെജിറ്റബിൾ കഴിക്കുന്ന ഒരാളല്ല. കുറച്ചൊക്കെ ഇരിക്കട്ടെ. ഇറ്റാലിയനല്ലേ? ഇറ്റാലിയനൊക്കെ സാലഡ്സ് ഉള്ളതല്ലേ? സാലഡ്, ടൊമാറ്റോ. ഇങ്ങനെ കാണാതിരിക്കുന്നത് വരുമ്പോൾ നോക്കാം. അപ്പോൾ ഒരു സ്പെഗറ്റി ഇതാ. ചിക്കൻ, ബീഫ് ഓർ സീ ഫുഡ് ഏതാ വേണ്ടത്? സ്പെഗറ്റിക്കകത്ത് സീ ഫുഡ്. ഓക്കെ. അത് ഫ്രൂട്ടി ദി മാരയാണ്. ഒക്ടോപസ് ആൻഡ് പ്രോൺസ്, സ്ക്വിഡ് ആൻഡ് പ്രോൺസിന്റെ ഒരു മിക്സ് ആയിരിക്കും. ഓക്കേ, ഫൈൻ റൈറ്റ്. റെഡ് സോസ് ഓർ വൈറ്റ് സോസ്? ജസ്റ്റ് ഗിവ് മീ ഫ്രൂട്ടി ദി മാരെ. റെഡ് സോസ്. വൈറ്റ്. ബോയ്സ്, അപ്പോൾ ഒരു ലസാന്യ കൂടി പറഞ്ഞേക്കാം. ബീഫ് ലസാന്യ 5 ഐറ്റം എന്തായാലും വരട്ടെ. എങ്ങനെ ഉണ്ടെന്ന് കണ്ടിട്ട് ഞാൻ പിന്നെ നിശ്ചയിക്കാം 10 ഐറ്റം പോലും ആവാൻ. യുഡിപ്പയുടെ വീട്ടിൽ കുക്ക് ചെയ്യുന്ന ഫുഡാണ് തോന്നുന്നത്. ആണോ? ഫ്രഞ്ച് ഫ്രൈസ് ഓർ പൊട്ടറ്റോ വെജസ് ആണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞേക്കാം. അപ്പോൾ അല്ലാണ്ട് ഒന്നും ഇല്ല താനും. അതൊക്കെ വെറുതെ തീരും. ഇപ്പൊ സാധനം വരും. നമ്മൾ പീസ പറഞ്ഞില്ലല്ലേ? പീസ പറഞ്ഞില്ല. എന്നാലും കഴിക്കേണ്ടി വരും. ഞാൻ ഒന്ന് പോയിട്ട് സ്പെഗറ്റി ഒക്കെ എങ്ങനെ ഉണ്ടാകുന്ന നോക്കിട്ട് വരും. നമ്മൾ സ്പെഗറ്റി ഒന്നും ഇവിടെ ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് ഇതിവിടെ പീസ സെഷൻ മാത്രമാണ് വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ അകത്ത് പയ്യൻ ഇരിക്കുന്നവൻ അറിയാമോ ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണെന്ന്? എനിക്ക് തോന്നുന്നില്ല അവൻ അറിയാമെന്ന്. പറയാൻ പറ്റുന്നില്ല. അപ്പോൾ നല്ലതായിട്ട് കഴിക്കുന്നതായിരിക്കും. ഞാനിപ്പം നമ്മൾ കഴിച്ചു തുടങ്ങിയില്ല. അപ്പോൾ ഇത് ഈ ആമയുടെ അകത്താണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്കിനി പൊറോട്ടടി കാണാം കുറച്ച്. ആന്തുവാണ് എന്റെയാണ്. ആരുടെയെന്ന് അറിയത്തില്ല. ഞാൻ ഓർഡർ ചെയ്ത് ഇതാണെന്ന് അറിയത്തില്ല. അവന്റെ ഫുഡ് വന്നോ? ഒന്നും ഇല്ലല്ലോ, ഞാൻ വെറുതെ ഓർഡർ ചെയ്തതാണ്. സാലഡ്, ടൊമാറ്റോ ആൻഡ് മൊസറല്ല. ഇതെന്ത് ലെറ്റസ് അല്ലേ? ഇറ്റാലിയനിൽ പ്രൊനൗൺസ് ചെയ്യണമെങ്കിൽ സാലഡ്, ടൊമാറ്റോ ആൻഡ് മൊസറല്ല. അങ്ങനെ വേണ്ട. ഒരു തക്കാളി ലെറ്റസും കഴിക്കുക. ഞാൻ തുടങ്ങുമല്ലേ? തുടങ്ങിയേക്കാം. ആദ്യം എന്താ കഴിക്കാൻ പോകുന്നത്? ഇവിടെ തുടങ്ങാം. മിക്സ് ചെയ്ത് കഴിക്കാം. അതായിരിക്കും കുറച്ചുകൂടെ ബെസ്റ്റ്. മിക്സ് ചെയ്ത് നമ്മൾ കഴിച്ചു തീർക്കുന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? അത് കളിയും ചീസും ആണെന്ന് തോന്നുന്നു. പെട്ടെന്ന് തീർക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അവിടെ കൊടുക്കുക തിരക്ക്. നമ്മളൊന്ന് മാറിയിരിക്കുക. അവിടെയാണ് ആൾക്കാർ എല്ലാം ഇറ്റലിയിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ലെറ്റസ് വെറുതെ വെച്ചതാ, ഡെക്കറേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. മെയിൻ ഇൻഗ്രീഡിയന്റ് 270 രൂപയുടെ തക്കാളിയും ലെറ്റസും ആണ്. ഫസ്റ്റ് ഡിഷ് ഫുള്ളും തീർന്നു. ഇനി കുറച്ച് ഇല മാത്രം. തീർത്തേക്ക് വെറുതെ എന്തിനു വെച്ചിരിക്കുന്നു? ഫസ്റ്റ് ഡിഷ് ഡൺ. ഇനി പൊട്ടറ്റോ വെജസ്. ഇത് നമ്മൾ അവസാനത്തേക്ക് വെക്കാം. എനിക്ക് കുഴപ്പമില്ല, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ലാസ്റ്റ് കഴിക്കാം. ഇത് ഓർഡർ ചെയ്തിട്ടില്ല, ഇതിന് ഓർഡർ ചെയ്യണം. പിസ കഴിക്കാനല്ലോ. അപ്പോൾ ഇത് ലാസ്റ്റ് കഴിക്കാം. അടുത്തതും വന്നു. ഫ്രഞ്ച് ഫ്രൈ എത്തിയിട്ടുണ്ട്. 2 തരത്തിലെ കിഴങ്ങ്. ഒന്ന് കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തു, ഒന്ന് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തു. മെയിൻ കോഴ്സ് ഒന്നും പറഞ്ഞില്ല നമ്മൾ. പറഞ്ഞായിരുന്നു ഫ്രഞ്ച് ഫ്രൈ പൊട്ടറ്റോ വെജസ് ഒന്നാണെന്ന് ഞാൻ പറഞ്ഞപ്പോ എനിക്ക് ഫീൽ ആയില്ല. വല്ലപ്പോഴായിരുന്നു ഞാൻ പറയാൻ വിചാരിച്ചോ 2 ടൈപ്പ് സാധനമാണ് മേടിച്ചേക്കാന്ന് പറഞ്ഞ് മേടിച്ചത്. കുറച്ച് ബ്രോനെ ഹെൽപ്പ് ചെയ്യാന്നും പറഞ്ഞാണ് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് പറഞ്ഞത്. കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് വരുന്ന പ്രതീക്ഷ. പക്ഷെ കുറച്ചേറെ ഉണ്ട്. ഇനിയിപ്പോ ഹെൽപ്പ് ചെയ്യാലോ. എന്തായാലും ഇത് 2 അവസാനം വെക്കാം. നമുക്ക് മെയിൻ സ്പെഗറ്റി കംപ്ലീറ്റ് ചെയ്യാം. 5ാമത്തെ ഐറ്റം വന്നു. ചൂടുന്നു.
ലസാന്യ, Yeah. ബീഫ് ലസാന്യ വന്നിരിക്കുകയാണ്. തിളക്കുന്നുണ്ടോ? ചൂടാകട്ടാ, വെറുതെ തൊടണ്ട. കിടിലൻ സ്മെല്ല്, പക്ഷെ നല്ല ചൂട്. എത്ര ഓർഡർ ചെയ്തായിരുന്നു? ഇത് അഞ്ചാമത്തെ. Frutti di mare spaghetti. Seafood spaghetti. Yeah. Frutti di mare. റൂട്ട് ഓഫ് ദ സീ ആണെന്ന് പറയുന്നത്. അതെന്താ ഒക്ടോപസ് ആണത്? അതെ, വിറ്റ്സ്. ഞാൻ ഒരു സവാള. ഈ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന എന്താണെന്നും വരുന്ന എന്താണെന്ന് നമുക്കറിയില്ല. അതായത് ഇത് രണ്ട് ഒഴിച്ച് ബാക്കിയെല്ലാം ദഹിക്കല്ലേ? ദഹിപ്പിക്കാം. അത്രേ ഉള്ളൂ, അത്ര മതി. വാ, ഇത് കഴിക്കാൻ പോകുന്ന ലസാന്യ. ലസാനിയ കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയും. ടേസ്റ്റ് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. ടേസ്റ്റ് കിട്ടാൻ സമയം എടുക്കും. കൊള്ളാൻ തോന്നുന്നു. ചൂടിന്റെ ആണോ എന്തിനാണോ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ചൂടുണ്ട്. പുറത്ത് ചൂടാറിയെങ്കിൽ അകത്ത് നല്ല ചൂടാണ്. ഓ, പതുക്കെ കഴിച്ചാൽ മതി. ഒന്നും ഭാഗത്തിൽ പോകുന്നു കഴിക്കുന്നതിന് മുമ്പ്. അകത്ത് ഇങ്ങനെ മൂടി വെച്ച് നല്ല ചൂടകത്ത് നിൽപ്പുണ്ട്. മഷ്റൂം നല്ലോണം. പാസ്ത ടേസ്റ്റിയാണ്. ഒരു പെർഫെക്റ്റ് ബ്ലെൻഡാണ് എല്ലാത്തിൻ്റെ. ചീസ് ഉണ്ട്, ബീഫ് ഉണ്ട്, പിന്നെ എന്തൊക്കെയുണ്ട്, പാസ്ത ഉണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല. എനിക്കിത് ഈ ഡിഷ് കണ്ടിട്ടാ മോനെ. എനിക്ക് സ്ക്വിഡ് ഒക്കെ ഇരിക്കുന്നു. നീല കളറിൽ 1, 2 4 ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞാനും ആദ്യം വിചാരിച്ച സവാള സവാളയാണെന്ന് വിചാരിച്ച സാധനം ഇത്. എന്ത് ചൂട്. തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. കഴിച്ചോ? തണുത്ത് തുടങ്ങി പെട്ടെന്ന് സ്പീഡായിരുന്നു കേട്ടോ. ഫുഡ് പോയതുപോലും കണ്ടില്ല. അങ്ങനെ ക്യാമറ താഴത്ത് വെക്കാൻ പറഞ്ഞതാ. തണുക്കട്ടെന്ന് പറഞ്ഞു. സൈഡിൽ നിന്ന് തീർക്കാൻ തോന്നി. ഇനി ഞാൻ ക്യാമറ താത്തുന്നില്ല കേട്ടോ. കൊടുക്കാൻ തീറ്റി. എന്താണ് ഒരു ചീസ് ബേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ മൊത്തം ചീസ് കൊടുക്കുന്ന പൈസക്ക് വേണ്ട. കൊടുക്കുന്ന പൈസക്കുള്ള ചീസ് ഇട്ടിട്ടുണ്ട് അവര്. ലാസ്റ്റ് 1-2 ബൈറ്റ് കൂടി ഉള്ളു. ബോയ്സ്, നമ്മുടെ സെക്കൻഡ് ആയിട്ട് തീരാൻ പോകുക. അവസാനത്തെ ബൈറ്റ്. കമോൺ, ഫിനിഷ് ഇറ്റ്. തീർക്കൂ. ഖത്തം. ലെറ്റ്സ് ഗോ. തീർന്നിരിക്കുന്നു. ലെറ്റ്സ് ഗോ ബോയ്സ്. രണ്ടാമതായിട്ട് നീ അടുത്ത എന്താണ്? നീരാളിയ. കമോൺ. സൂര്യൻ ഉച്ചത്ത് നിൽക്കുകയാണ്. സൂര്യനും ചൂടടിക്കുന്നുണ്ട്, ഫുഡും ചൂടാണ്. ഞാനും ചൂടാണ്. സ്ക്വിഡ് കഴിച്ചിട്ട് പറയുന്നുണ്ടെന്ന്. ഒക്ടോപ്പസ്, മിനി ഒക്ടോപ്പസ്. ചിക്കനൊക്കെ പോലെ. ചിക്കൻ പോലെയാ. ചിക്കൻ്റെ ഒരു പാട്ടുണ്ടല്ലോ. എന്ത് പാട്ട്? ആവശ്യമുള്ള പാട്ടൊന്നും ഞാൻ കഴിക്കാറില്ല. ഭയങ്കര ലൂസാണ്, ഭയങ്കര റബ്ബറി ഫീൽ. അത് വേറെ പാട്ടാ. ചിക്കൻ എത്രയൊക്കെ പാട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അത് ചിക്കനാണോ അതിലെന്ന് കൺഫേം ചെയ്യട്ടെ. ചിക്കൻ തന്നെയാ. ചിക്കൻ തന്നെയാണോ? ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ള അതിലാണ് ചിക്കൻ. എങ്ങനെയുണ്ട്? നല്ല ഇറച്ചി കഷ്ണമുണ്ട് അതിനകത്ത്. കഴിച്ചു. എല്ലാത്തിനും ഒരേ ടേസ്റ്റാ. കൊള്ളാം. ടേസ്റ്റ് എങ്ങനെ ഉണ്ട്? കൊള്ളാം, നല്ല ടേസ്റ്റ്. ആക്ച്വലി ആ സോസിന്റെ ടേസ്റ്റ് എല്ലാത്തിനും കിട്ടുന്നു. ഞാൻ ഓർത്ത് എവിടെ മോട്ടോർ ബോട്ട് അടിക്കുന്നത്. ഞാൻ മറ്റേ ജെട്ടി വന്ന് നിൽക്കണം. ഫോട്ടോ വെച്ച് ഇത് വിട്ടുപോയില്ല ഇവിടെ. ചെറിയൊരു മോട്ടറിന്റെ ശബ്ദമുണ്ട്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അവൻ കഴിച്ചു തീർക്കുക മോട്ടറിന്റെ ശബ്ദം തീരുന്ന സമയം കൊണ്ട്. ഫുഡ് പെരുത്ത് ഇഷ്ടമായ? ഓ, ഇതൊന്നല്ല ലസാനിയ. അല്ല, ഇത് ഫ്രൂട്ടി ഡി മാരെ. കുറെ നേരമായിട്ട് കഴിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴെനിക്ക് മനസ്സിലാവുന്നില്ല പകുതി ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. വെച്ചാൽ സ്പെഗറ്റി ഇങ്ങനെ വിതർമ്പിച്ച് കിടക്കുന്നതുകൊണ്ട് അറിയാൻ പറ്റുന്നില്ല. പകുതി ആയി കാണും. സ്പെഗറ്റി ഇപ്പോഴാണ് പുറത്ത് വന്നു. ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നവരും പിന്നെ ഫുഡ് ഇവിടെ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ എന്തായാലും 4-5 നീരാളിലേക്ക് വെട്ടി കഴിഞ്ഞ്. അതെ. അവൻ എങ്ങനെയുണ്ട്? എന്ത് തോന്നുന്നു? 10 ഐറ്റം നമുക്ക് പറ്റുമോ? 10 ഐറ്റം കുറച്ച് ഡെസേർട്ടൊക്കെ പിടിക്കാം. പക്ഷെ അടിക്കണ്ട. നോക്കി കുറച്ച് ഡിഫിക്കൽട്ട് ആണ് കേട്ടോ. 2 ഐറ്റം തന്നെ ഫുൾ കിഴങ്ങ് തന്നെയാണ്. ഇപ്പോൾ സ്പെഗറ്റി പിടിച്ചിരിക്കുക. ജനറേറ്റർ എന്നാ ഓഫാന്ന് അറിയത്തില്ല. കറണ്ട് പോയി. ഫുള്ളും ക്രീമി ആണല്ലേ. ചൂടുണ്ടോ? ചൂട് ആറിയില്ല ഇത്ര നേരമായിട്ട്. ഉള്ളിലാണ് ചൂട്. എല്ലാത്തിന്റെ ഉള്ളിലാണ് ചൂട്. ഇതൊരു 3 പേർക്ക് ഷെയർ ചെയ്യാനുള്ളതുണ്ട്. 3 പേർക്ക് ഒരെണ്ണം അതിനുള്ളത് നോർമലി 3 പേർക്കുള്ളതുണ്ട്. ഇത് എവിടുന്നാണ് പിന്നെ സ്പെഗറ്റി അതിനകത്ത് ഇറങ്ങി വരുന്ന അറിയത്തില്ല കേട്ടാ. കഴിക്കും തോറും അതിനകത്ത് നീ ഫുഡ് ഉണ്ട് അതിനകത്ത്. ട്രഷർ പോലെ കഴിക്കും തോറും തീരുന്നേ ഇല്ല. കുറെ തീരെ അവർക്ക് ഏകദേശം ഇപ്പൊ തീരി വന്നു. പക്ഷെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാ. ഫില്ലായി തുടങ്ങിയ എന്താ ടേസ്റ്റ് ഓക്കെയാണ്. പക്ഷേ ടേസ്റ്റ് കഴിച്ച് മടുക്കുന്നുണ്ട്. ഞാൻ വേറെ ട്രൈ ചെയ്തിട്ട് പയ്യെ തിരിച്ചു വരായിരിക്കും. വായിലോട്ട് വെക്കാൻ പോലും തോന്നില്ലെന്ന് തോന്നുന്നു. അതിലുള്ളത് അങ്ങ് പോയിട്ട്. കമോൺ എ ഫ്യൂ മോർ ഐറ്റം. ഇറ്റാലിയൻ കുറച്ച് ഹാർഡാണല്ലേ. വളരെ കാബി ആയിട്ടുള്ള ഫുഡ്. ഇറ്റാലിയൻ കുറച്ച് പാടായിട്ടാ. മിക്കതും ഇങ്ങനെ പിസയും പാസ്തയും ലസാനിയയും ഫ്രഞ്ച് ഫ്രൈസും പൊട്ടറ്റോ വെജും പിന്നെ ഓണിയൻ റിങ്ങും അതൊക്കെ ഉണ്ടാ. എനിക്കറിയില്ല, കുറെ പറഞ്ഞു പോയാൽ അതൊക്കെ ഉണ്ട്. കുറെ അധികം ഹാർഡാ. നമ്മള് 10 മേടിക്കാൻ വന്നതല്ലേ. മേടിച്ചിട്ട് പോകും. നമ്മള് ബുദ്ധിമുട്ടി ചാലഞ്ച് ഏറ്റെടുത്തിട്ട് പോവാം. എന്താണ് കഴിച്ചിട്ട് തീരാത്തൊരു ഡിഷ്. ഞാൻ കഴിക്കുന്നത് എങ്ങോട്ട് പോകണം. നമുക്ക് ഈ ഒരു ഡിഷ് സൈഡിൽ വെക്കേണ്ടി വരുക ലാസ്റ്റിലേക്ക്. അപ്പൊ ഇനി ഓർഡർ ചെയ്യണ്ടേ? ചെറിയ ഐറ്റം. ഇറ്റാലിയൻ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയല്ല. ഇറ്റാലിയൻ പ്രതീക്ഷിച്ച നമുക്ക് ചെറിയ ഡെസേർട്സ് ഒക്കെ ഓർഡർ ചെയ്യാം.
ഞാൻ അപ്പുറത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്തിട്ട് വരാം. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ചെറിയ ഐറ്റംസ് വളരെ കുറവാണ്. അപ്പോൾ ഞാൻ 2 ഡെസേർട്ട് ആക്കിയേക്കാം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അവിടെ നിന്ന് നമ്മൾ സീറ്റിംഗ് അറേഞ്ച് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ആ ജനറേറ്റർ മിണ്ടാതിരിക്കുന്നില്ലായിരുന്നു. ഇറ്റാലിയൻ കുറച്ച് പാടായിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇവനെ എളുപ്പമാക്കാൻ വേണ്ടി 2 ഡെസേർട്ടും ഒരു ലൈം ജ്യൂസും പറഞ്ഞിട്ടുണ്ട്. അത് ഇവന് എണ്ണത്തിൽ കൂട്ടാം. അപ്പോൾ അത് 3ആയി, പിന്നെ ഒരു പീസയും, അപ്പോൾ 4ആയി. ഇനി ഒരു ഐറ്റം കൂടി ഓർഡർ ചെയ്യാണ്ട് നമുക്ക് ഓർഡർ ചെയ്യാം. ഇതൊക്കെ വേണമെങ്കിൽ ഐറ്റമായിട്ട് അതൊക്കെ ഒരു ഐറ്റമായിട്ട് കൂട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. 2 തന്നേക്കണേ. സ്പെഗറ്റി കഴിക്കൂ. ഇതിപ്പോൾ തീർത്തരാം. ഇപ്പം തീർത്തരല്ലേ? ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ട് സ്പെഗറ്റി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, തീരുന്നില്ല. കഴിച്ചിട്ടും തീരാത്തൊരു ഫുഡ്. സ്പഗറ്റിക്ക് വല്ല ഓഫർ ഉണ്ടായിരുന്നു, ഇത്ര ഇട്ടായിരുന്നു. ആർക്കറിയാം, പൊതുവെ എപ്പോഴും എല്ലായിടത്തും ഉള്ളതായിരിക്കും. ഞാൻ വീട് എടുക്കാൻ പോകുമ്പോൾ ഫുഡ് നല്ലതായിട്ട് തരും. ഞാൻ പോയി ഓർഡർ ചെയ്ത് മതിയായിരുന്നു. ടൈം കുറവാണ് നമുക്ക് വെച്ച് പിടിക്കണത്. നമ്മൾ സ്പെഗറ്റി തോൽവി സമ്മതിക്കാൻ പാടില്ല. എനിക്ക് മനസ്സിലാവുള്ളൂ, ഇത് കഴിക്കുന്നവരും കൂടി വരും. തുടങ്ങിയപ്പോൾ ഇത്ര തന്നെയല്ലായിരുന്നു. എല്ലാവർക്കും കൂടി വെള്ളം വരെ വന്നു. ഇപ്പോഴും ആ സ്പെഗറ്റി മാത്രം എടുത്തില്ല. ഇത് ഉപ്പിട്ടതാണ്. ഡയറ്റിലാണോ? ഡയറ്റിലായതുകൊണ്ടല്ല, അലയനസ് ഉണ്ട് പല്ലിനകത്ത്. അപ്പം മധുരം കഴിച്ച് കഴിഞ്ഞാൽ അതിനാ ശരിയാകും. നല്ല വെള്ളം. ഇത് ഒരെണ്ണമായിട്ട് കൂട്ടുവേട്ടാ ഞാൻ കൂട്ടാറുണ്ട്. നമുക്കിതൊന്ന് സൈഡാക്കാം, ലാസ്റ്റിലേക്ക് കഴിക്കാം, അതായിരിക്കും നല്ലത്. ലാസ്റ്റ് കഴിക്കുന്നത് നടക്കില്ല. സ്പെഗറ്റി സമ്മതിക്കുന്നില്ല അവരൊക്കെ കഴിച്ചു കയറൊക്കെ. ഇവരെന്തോ ഓഫറിൽ അറിയാണ്ട് പൊട്ടി വീണാണ് ഇത്രയും കിലോട്ടുണ്ട്. അടുത്തപ്പോൾ എന്താ കഴിക്കുന്നത്? അടുത്തത് പീറ്റ്സ ഇപ്പോൾ വരുമല്ലോ. പിസ്സ വരും. നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ചൂടാറി ഇപ്പോൾ ക്രഞ്ചനസ് പോയോന്ന് ഡൗട്ട്. എങ്ങനെയുണ്ട്? ചൂടാറി ക്രഞ്ചനസ് ഒന്നും ഇല്ല. എന്തോരം പോകും നോക്കട്ടെ. എന്തോരം പോകും നോക്കാം. ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. 9 ഐറ്റം കഴിച്ചതാണ്. 9 ഐറ്റം 5000. ഇനി ഒരെണ്ണം ഓർഡർ ചെയ്യണ്ട. പിസ്സ വന്ന് നമ്മുടെ ഇതും കൂടി വയറ്റിനകത്തോട്ട് പോകണം. ഇത് നമുക്ക് വയറ് കട്ടിയിട്ട് അകത്തോട്ട് നേരെ വെക്കാം. അതിന് പറ്റുമെന്ന് തോന്നുന്നു. മിക്കവാറും ചില്ലി ഫ്ലേക്സും പിന്നെ ഓലിവ് ഓയിലും പിന്നെ ഇതെന്തോ അറിയത്തില്ല. ഇവിടെ ലാസ്റ്റ് 2 ഡിഷ് എത്തി. ഇത് എളുപ്പമായിരിക്കും. ആയിരിക്കും എല്ലാത്തിനും. ഒരു വേഴ്സ്റ്റ് സിനാരിയോ ചോദിച്ചോട്ടെ. സിനാരി എന്താണ്? കഴിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കഴിച്ചില്ലെങ്കിൽ പൈസ കിട്ടത്തില്ല. എത്ര ഉള്ളത് ചെയ്യാറ്. നമ്മുടെ ക്യാമറാമാൻ അവിടെ വിശന്നിരിക്കും. പുള്ളിനെ വീഡിയോ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പുള്ളിക്ക് അവന്റെ ഫുഡ് ചാലഞ്ച് അല്ല. അവന് ഇവിടെ എവിടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ഇന്ന് വേണമെങ്കിൽ ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് എന്നാലും നമുക്കൊരു ഐറ്റം പിടി. ഞാൻ 2 ഐസ്ക്രീം മിക്സ് ചെയ്ത് കഴിക്കാം. ആദ്യം എങ്ങനെ ഇതിന്ന് കഴിക്കാം. ഐസ്ക്രീം പോകും. ഇത് ചെറുത് ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. ഐസ്ക്രീം സെറ്റാണ്. നമുക്ക് തിരിച്ച് ഒരു പ്രചോദനമായിട്ട് ഫുള്ളും കഴിച്ചെടുക്കല്ലേ. ഇപ്പം ഡൈജസ്റ്റ് ആവും നോക്കട്ടെ. ഡൈജസ്റ്റ് ഇപ്പം ഇരുന്നോണ്ട് തന്നെ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം ഞാൻ ചെയ്യാം. 9 ഐറ്റം ആക്കിയായിരുന്നു 10-ന്ന്. ഞാൻ ഈ പിസ്സ വേണമെങ്കിൽ ഞാൻ കഴിക്കാം. അപ്പോൾ പിന്നെ 8 ഐറ്റം മാത്രം. 5 കേക്ക് ബാക്കി ഞാൻ പിടിക്കാം. നടക്കും. ബാക്കി നടത്തും. നീ ഹെൽപ്പ് ചെയ്തിരുന്ന് പറയരുത് കേട്ടോ. കുറച്ച് സ്ഥലം ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഇവിടെ. നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റ് അർജുൻ MP വന്നിട്ടുണ്ട്. ലെറ്റ്സ് ഈ പുള്ളി എത്രത്തോളം കഴിക്കാൻ പറ്റുന്നു. ഇതിൽ 10Kയുടെ ബാക്കി 5K പുള്ളിക്കുള്ളതാണ്. 10K വരെ എത്തുന്നില്ല, നമ്മൾ 5K പോകുന്നുള്ളൂ. പിസ്സ അല്ലേ നോക്കൊണ്ട് പറ്റുമെന്ന് തോന്നില്ല. ഈ പിസ്സ എന്താണോ ആയോ ഞാൻ കഴിച്ചു കഴിയും പറയാമല്ലോ. നമ്മൾ കുറച്ച് ഏറെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാവും. എന്തുവാണെന്ന് അറിയില്ല എനിക്ക്. 4ാമത്തെ ഐറ്റം വരെ എത്തിയിട്ടുള്ള ഇതിനായിട്ടും 4ാമത്തെയാ. ലസാനിയ കഴിച്ചു തീർക്കൂ. ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് 1 വർഷം കഴിയും. ഇതിപ്പോൾ എൻ്റെ ഫുഡ് ചാലഞ്ച് അല്ല. അവനെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഇത്ര നിന്നാൽ മതി. തിന്നു തുടങ്ങിയപ്പോൾ ഇനിയും തിന്നാൻ തോന്നുന്നു എനിക്ക്. ഒരു ഐറ്റത്തിൽ കൂടെ ഹെൽപ്പ് ചെയ്തേക്കാം. ഫ്രഞ്ച് ഫ്രൈസ് ഹെൽപ്പ് ചെയ്തേക്കാം. അവൻ വാഷ്റൂമിൽ നിന്ന് വന്ന് തീർക്കുന്നത് തീർക്കാൻ പറ്റുന്നത്. ഞാൻ വന്നു കഴിച്ചു തീർക്കാൻ പറ്റില്ല എനിക്ക്. ഫ്രഞ്ച് ഫ്രൈ നിനക്ക് വേണ്ടി തിന്നിട്ടുണ്ട്. ഇനി 3 ഐറ്റം മാത്രമേ ഉള്ളൂ. നമ്മുടെ കിലാടി അർജുൻ MP നിസ്സാരമായിട്ടാണ് ഒരു പിസ്സയും. നീ എത്ര നേരം സ്പെക്കറ്റ് തിരുന്നില്ല എന്നെ കൊണ്ട്. ചവസാലും തീർന്നില്ല. 2 ഐറ്റം തീർത്ത് നിനക്ക്. 1 ഐറ്റം കുറച്ച് വന്ന്. നീ 3 ഐറ്റം മാത്രമേ ഉള്ളൂ. നടക്കൂ ഷാജി ഏട്ടാ. നടത്തിയിരിക്കും. ആ സ്പെഗറ്റി വയറ്റിലോട്ട് ഇറങ്ങുന്നില്ലല്ലേ. ആ സ്ക്വിഡ്സ് ഒന്നും അനങ്ങണില്ല. ആ കിഴങ്ങ് ഇറങ്ങും എന്നെ കൊണ്ട്. എനിക്ക് ഡൗട്ട് അടിക്കുന്നത് കേട്ടോ. നിനക്ക് അതുകൊണ്ട് നിനക്ക് 2 ഐറ്റം വെച്ച് ഹെൽപ്പ് ചെയ്തേ. നമ്മളെ അത് 2 കഴിക്കും. ആ ഫ്രഞ്ച് ഫ്രൈ ഒക്കെ കുറച്ചൊന്നും കേട്ടോ. നല്ലതായിട്ടുണ്ടത്. ഞാൻ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ വെച്ചോണ്ട് നിന്നിട്ട് തീർന്നില്ലായിരുന്നു. എനിക്ക് പോകുന്ന സമയം കൊണ്ട് ഞാൻ ഓൾമോസ്റ്റ് തീർന്നു. ഇത് മതി. അവൻ ഇനി സ്പെഗറ്റി ഇറങ്ങത്തില്ല. അവന് അതും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കാം. നല്ല ഡൗട്ട് ഉണ്ട്. യൂട്യൂബർ ആയതുകൊണ്ട് ഒരു കൂടുതൽ വന്നിട്ടുണ്ടോ എന്ന്. അതെ എനിക്ക് ഡൗട്ട് ഇല്ല. എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല. വിഷമൊക്കെ കൂടി എനിക്ക്. ഞാൻ കുറേ ഹെൽപ്പ് ചെയ്തേക്കാം. സ്പെഗറ്റി മാറ്റി വെച്ചിരിക്കുന്നതുകൊണ്ട് 2 ഐറ്റം ഉള്ളു. എന്ത് സൈസ് അങ്ങനെ കഴിക്കും. ടൈം തീർന്നോണ്ടിരിക്കുകയാണ്. ആ പൊട്ടറ്റോ വെജസ് തീരുമായിരിക്കുമോ? ഇതോ
കേൾക്കണം. ഓ ചവച്ച് ഇറക്കാൻ വിടുന്ന പാട്. എന്തോ പറ്റിയത്, നന്നായിട്ട് കഴിച്ചോണ്ടിരുന്നു. കണ്ണ് ആരോ കണ്ണു വെച്ചാണ്. പൊട്ടറ്റ വെജസിൽ എവിടെ എത്തി, അതും തീരുന്നില്ല, അതും പൊട്ടി വിളച്ച് വരുവാണെന്ന് തോന്നുന്നു. ഇനി ഒരു 10 ഓടെ ഉണ്ടല്ലോ. ഇറ്റാലിയൻ ഹാർഡായതുകൊണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്തതാണ്. എന്തായാലും ഈ 2 ഡിഷ് നന്നായിട്ട് ഇരിക്കേണ്ടി വരും. നമുക്കിനി സമയം വളരെ ചുരുക്കമുള്ളൂ. 4 മണി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 10 മിനിറ്റ് കൂടി ഉണ്ട്. 10 മിനിറ്റിൽ ഈ 2 ഐറ്റം കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ഇനിയൊരു ഹെൽപ്പും ഇല്ല. ടൈം തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടുന്നത്. തീരുമെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ തീരാതിരിക്കാനുള്ള ചാൻസും തോന്നുന്നുണ്ട്. രണ്ടും തോന്നുന്നുണ്ട്. എന്ത് പറയുന്നത്, 4:10 മുമ്പ് തീരുവാ? ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. എല്ലാം ഇതിലിരിക്കണം. ഇതെങ്ങനെയെങ്കിലും നമുക്ക് റെഡിയാക്കാം. 9 മിനിറ്റ് ബാക്കി. കമോൺ കമോൺ. ഇനിയും 10 മിനിറ്റ്. എന്താ കഴിച്ചിട്ട് നമ്മൾ ഫുള്ളും കഴിക്കുന്നൊക്കെയാണ് നമ്മൾ ആ തുടക്കത്തിൽ. അതെ, ഇറ്റാലിയൻ ഇത്ര ഇതായിരിക്കും ഞാൻ പ്രതീക്ഷിക്കും. പയ്യൻ എന്താണ് 107 കിലോ 85 കിലോ വരെ 3 മാസത്തിൽ കുറച്ചതാണ്. കൊടുക്കത്തെ വെയിറ്റ് എന്ന് പറയാന്ന് വെച്ചാൽ 22 കിലോ കണ്ടു 3 മാസത്തിൽ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായി, ഒരു ട്രെയിനറായിരുന്നു പുള്ളി. അവനെ ഹെൽപ്പ് ചെയ്ത് ആകാശ്. സ്കൂളിൽ ഞങ്ങൾ ആശാനെ വിളിക്കാറ്. 4-2 കേട്ടോ. അതിൽ 5 ആകുമ്പോഴേക്കും ഇത് തീർക്കാനാണ് പ്ലാൻ. 8 മിനിറ്റ് ബാക്കിയുണ്ട്. ഓ പണി കിട്ടി. മതിയാ ബോയ്സ്. എന്താണ് പ്രത്യേക സാഹചര്യത്തിൽ ബ്രോയ്ക്ക് കഴിക്കാൻ പറ്റിയില്ല. ഇനി ആ ഫുഡ് ഇറങ്ങത്തില്ലെന്ന് തോന്നുന്നു. ബ്രോ വാഷ്റൂമിലോട്ടൊന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എന്തെങ്കിലും കഴിച്ചു തീർക്കാം. ഇത് ഇറങ്ങത്തില്ല. ഇത് 1.5 ചീസുണ്ട്. ചീസാണ് എന്താണെന്ന് അറിയില്ല. ഒടുക്കത്തൊരു ഞാൻ തന്നെ ബ്രോഡ് ഫുഡ് ചാനൽ ഏറ്റെടുത്തിരിക്കുകയാണ്. യാ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബില്ല് വന്നിരിക്കുന്നത് 3070 ഏതോ ഒരു ഡിഷ് അവർ എനിക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നു. ഇത്ര എഫേർട്ടൊക്കെ ഇട്ടതല്ലേ. അതെ, എന്തായാലും പൈസ കിട്ടാൻ പറ്റിയില്ല, പക്ഷെ വാലിൻ്റെ എഫേർട്ട്. ഞാൻ പറ്റാവുന്ന പരമാവധി കഴിച്ചു. ഇതിൽ കൂടുതൽ പറ്റത്തില്ല അല്ലേ. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് ഇതൊക്കെയാണ് എൻ്റെ ഹീറോസ്. കണ്ട മനസ്സിലായല്ലോ. എനിക്ക് മനസ്സിലായല്ലോ, പക്ഷെ എന്താ പറഞ്ഞത്, എന്തൊക്കെ പറഞ്ഞു അതാണ്. അപ്പോൾ ഇറ്റാലിയൻ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഐ ഹോപ്പ് യു ഗൈസ് ആർ വണ്ടർഫുൾ. ഐ സീ യു ഗൈസ് നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ.